ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വൈഗ. ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോഴുള്ളത് ഞാൻ കസിൻ്റെ വീട്ടിലാണ് കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അന്ന് നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോകാൻ വിചാരിച്ചു. ബീച്ചിലും പാർക്കിലൊക്കെയാണ് നമ്മൾ കറങ്ങാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോയാലോ. അപ്പോൾ ഇവിടെ നിന്ന് ബസ് കിട്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം ഈ ഒരു പാർക്കിലേക്ക് വരാൻ. അപ്പോൾ ഇത് വടകരയിലെ മുനിസിപ്പൽ പാർക്കാണ്. ഇവിടേക്ക് വരാൻ വലിയ ആൾക്ക് 10 റുപ്യയും അതേപോലെ ചെറിയ ആൾക്ക് 5 രൂപയാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ ഐ ലവ് വടകര എന്നൊക്കെ പറഞ്ഞിട്ടും അതേപോലെ കുറേ സ്റ്റോറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കൊരു കസിനെ അറിയാം, ജുവൽ, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇത് വേറൊരു കസിന്, നോയൽ എന്നാണ് പേര്. അപ്പോൾ അവിടെ കുളമൊക്കെ ഉണ്ടായിരുന്നു, മീനൊക്കെ ഉണ്ടായിൻ്റെ ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ നോയൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട്, ഇതിന് 50 റുപ്യാണ് കയറുന്നതിന്. അപ്പോൾ അത് ഓടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനല്ല കേട്ടോ, നോയൽ. എന്തായാലും അടിപൊളിയായിരുന്നു. അവിടെ കാണാനും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഫോട്ടോസ് ചിലതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം, അല്ലാതെ ചിലതൊക്കെ അത് ഇവിടെ കൊടുക്കാം. അതായത് ഈ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പാർക്ക് ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഊഞ്ഞാൽ, സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉള്ള പാർക്കും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ മാത്രമല്ല വലിയ ആൾക്ക് കളിക്കാൻ പറ്റിയ ഊഞ്ഞാലുണ്ട് അവിടെ. അതേപോലെ തന്നെ എന്തൊക്കെയുണ്ട്, സീസോ ആണോ, അങ്ങനത്തെ എന്തൊക്കെയോ സാമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കയറി കളിച്ചു. അപ്പം നോയൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതിലൊക്കെ കയറി കളിക്കാനൊക്കെ. പാർക്കിൽ നിന്ന് പോയിട്ടും വീണ്ടും അതിനകത്ത് തന്നെ കളിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയാണ് പോയത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ ഉണ്ട്, പക്ഷെ അവിടെ നല്ല റേറ്റാണ് ഐസ്ക്രീമിനൊക്കെ. സോ ഇവിടെ നമ്മൾ ബൈറ്റ്സ് കാര്യങ്ങൾ ഒരുപാട് ഐസ്ക്രീം വാങ്ങി തിന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് വടകരക്കാരുടെ സ്വന്തം സാൻഡ് ബാങ്കിലേക്കാണ് കേട്ടോ. അപ്പോൾ സാൻഡ് ബാങ്ക് ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടേക്കായിട്ട് തന്നെ ഒരു ബസ് ഉണ്ട് അവിടം വരെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോവും പിടിച്ച് നേരെ ബസ് സ്റ്റോപ്പിലെത്തി. പിന്നെ അവിടുന്ന് കുറേ കാത്തു നിന്നിട്ടാണ് ബസ് കിട്ടിയത്. പിന്നെ ആസ് യൂഷ്വൽ ബീച്ചിലെത്തിയാൽ നമ്മൾ ഉപ്പിലിട്ട സംഭവമൊക്കെ കഴിക്കുമല്ലോ. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് കഴിച്ചു. പിന്നെ ഇവിടുന്ന് കോളിഫ്ലവർ ചില്ലിയും കഴിച്ചു, അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഐസ്ക്രീമും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ഐസ് പോയിട്ട് ഒരു ഐസാണ് എടുത്തത്, സ്നിക്കേഴ്സിൻ്റെ ഫ്ലേവറിൽ വരുന്ന ഒരു അടിപൊളി ഐസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്നിക്കേഴ്സിൻ്റെ ഒക്കെ ഫില്ലിംഗ് ആയിരുന്ന ഒരു അടിപൊളി ഐസായിരുന്നു. നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണത്. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി, നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. നോയലിന് ഒരു ലബൂബൂൻ്റെ ഒരു പാവ പോലത്തെ ഒരു ബലൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിടിച്ചായിരുന്നു കളി. ആക്ച്വലി ബീച്ചിലൊന്നും ഇറങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്. ഇവിടെ എത്തിയപ്പോൾ നോയലിന് അങ്ങോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഓനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ കാല് നനഞ്ഞു. അതുകൊണ്ട് പിന്നെ വിചാരിച്ചു പിന്നെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബീച്ചിലൊക്കെ ഇറങ്ങി കളിച്ചു. ഇത്ര പോത്ത് പോലെ ആയി എന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ അടുത്തൊക്കെ പോയാൽ നമ്മൾ കുട്ടികൾ തന്നെയായിപ്പോവും. അതാ കണ്ടില്ലേ, നോയൽ വരുന്ന ലബൂബൂനും വെച്ചിട്ട് എന്തൊക്കെയല്ലോ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനിട്ട ഡ്രസ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? യെസ്, നമ്മളെ ഷോപ്പിങ്ങിന് പോയപ്പം, അതായത് കണ്ണൂരിൻ്റെ ഷോപ്പിങ്ങിന് പോയപ്പം എടുത്ത ഡ്രസ്സാണ്. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗൈസ്, ഇവിടെ കാർണിവൽ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ജൈൻറ്റ് വീല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇല്ല. അതെനിക്ക് തോന്നുന്നു നൈറ്റിലെങ്ങാനായിരിക്കും. ബീച്ചിൽ നിന്ന് ഞാൻ കുറേ വീഡിയോസ് എടുത്തു. നല്ല രസമായിരുന്നു സൺസെറ്റ് കാണാനും അതേപോലെ തന്നെ ബീച്ചിൽ വ്യൂ ഒക്കെ ആസ്വദിക്കാനൊക്കെ. മൊത്തത്തിൽ അന്നത്തെ ദിവസം പൊളിയായിരുന്നു. അപ്പം ഇന്നത്തോടെ നമ്മുടെ വെക്കേഷൻ ഔട്ടിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം മൊത്തത്തിൽ സ്റ്റഡി മയമാണ്. അപ്പോൾ ട്യൂഷനൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിത്തത്തിലേക്ക് തന്നെ മാറും ഇനി. അപ്പോൾ ഇനി സ്റ്റഡി വ്ളോഗായിരിക്കും നിറച്ചുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസും വ്ളോഗ്സൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ. ആൻഡ് ഗായ്സ്, ഇതൊക്കെയാണ് ബീച്ച് വ്യൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തേഴ്സ്ഡേ ആയിട്ടും അത്ര തിരക്ക് എന്ന് വെച്ചാൽ ഇവിടെ കാർണിവൽ നടക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മക്കളെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ. മൊത്തത്തിൽ നമ്മൾ ബ്ലോക്ക് പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഉള്ളൂ. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സൺസെറ്റ് എല്ലാം കഴിഞ്ഞതേ നമ്മൾ നേരെ ബീച്ചിൽ കളിക്കാൻ വേണ്ടി പോയി വെള്ളത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വ്യൂ. സോ ഗായ്സ്, നമ്മൾ മൊത്തത്തിൽ 5 കസിൻസാണുള്ളത്. ഞാനും എൻ്റെ ബ്രദറും അതേപോലെ തന്നെ ഇപ്പം നോയലിൻ്റെ സിസ്റ്റർ നിയേച്ചിയും അതേപോലെ തന്നെ പിന്നെ മാമൻ്റെ മോള് ജുവലും
മൊത്തത്തിൽ 5 പേരാണുള്ളത്. ഗായ്സ് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാൽ നമുക്ക് Q&A കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നോലിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ശരിക്കും ബീച്ചിൽ കളിക്കാൻ വേണ്ടി ചെന്നത്. പക്ഷേങ്കിൽ വെള്ളം നമ്മുടെ പാൻറ്റും കാലും ഒക്കെ നനച്ചപ്പാടാക്കി കളഞ്ഞു. അതുകൊണ്ട് പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ കളിച്ചിട്ട് പോവാം. അങ്ങനെ അതെല്ലാം കളിച്ച് പിന്നെ ഇത് കുറച്ച് ഫോട്ടോസാണ്. ഒരുപാട് സൺസെറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ജീപ്പോ ഓട്ടോറിക്ഷ കിട്ടിയിട്ട് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ബസ് കയറ്റിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട. ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ആൻഡ് ഗൈസ് നെക്സ്റ്റ് വീഡിയോ നമ്മൾ മിക്കവാറും പോകുന്നതോ അല്ലെങ്കിൽ സ്റ്റഡി വ്ളോഗോ ഒക്കെ ആയിരിക്കും. സോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.